മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽരാജ്. സിനിമ അടിച്ചട് ഡബിൾക്ക് ഏവർക്കും സ്വാഗതം. ഷാഹിദ് കബീർ തിരക്കഥ എഴുതി, കിരൺദാസ് ഡയറക്ട് ചെയ്ത്, DOP മുജീബ് മജീദ് ചെയ്ത്, പിന്നെ നമ്മുടെ മലയാളത്തിന്റെ എല്ലാമെല്ലാമായ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വരുന്ന ഉന്മാദം എന്ന് പറഞ്ഞ മൂവിയിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഈ സിനിമയെ പറ്റി പറയാനുള്ളത്, ഒരു രക്ഷയില്ലാത്ത പടം. അത് ആ സ്ക്രിപ്റ്റ് കിടിലായിട്ട് വർക്ക് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഊഹിക്കുമല്ല. നമ്മളിപ്പോ ഊഹിച്ചിട്ട് ഇന്ന സീനായിരിക്കും ചിലപ്പോ സാധ്യത എന്ന് നമ്മൾ ഊഹിക്കുമ്പോ ചിലപ്പോ അതിനോട് അടുത്തിരിക്കുന്ന രീതിയിലാണ് ചിലപ്പോ അത് തന്നെ ആ സീൻ തന്നെ ചിലപ്പോ വന്നിരിക്കാം. ചിലപ്പോ അതിനോട് സാമ്യതയുള്ള ചെറിയ സീനായിരിക്കും ചിലപ്പോ വരുന്ന സിനിമയിൽ നമ്മൾ ആ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഊഹിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ചിലപ്പോ ആ സീനായിരിക്കും വരെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോ ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എന്താണെന്ന് ഊഹിക്കുമ്പോ ഊഹിച്ചതിനെക്കാട്ട് ഒരു കിട്ടില്ല, ഒരു പടി മേളിൽ കിട്ടുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് സത്യം പറയാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയത്. നീ ഭയങ്കരമായിട്ട് വർക്കായി എന്ന് വെച്ചാൽ ഞാനത് ഈ സിനിമ ഈ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു മാത്രം ആ ഒരു കാരണം വെച്ച് മാത്രമാണ് ഞാൻ പോയത്. സിനിമേനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിയില്ല. പിന്നെ ട്രെയിലർ നോക്കിയിട്ടില്ല, അതിന്റെ ടീച്ചർ നോക്കിയിട്ടില്ല, ഇന്റർവ്യൂ ഒന്നും നോക്കിയിട്ടില്ല സത്യം പറയാം. ഒറ്റ കാരണം, ഇന്ന് ഞാൻ ബുക്കിംഗ് നോക്കിയപ്പോ അത്യാവശ്യം നല്ല ബുക്കിംഗ് ആണ്. അപ്പൊ ഞാൻ അത്രയ്ക്ക് ഡീപ്പാണ് എന്റെ സിനിമയ്ക്ക്. ഞാൻ അത് കണ്ടേക്കാം, ബുക്ക് ചെയ്ത് നേരെ പോയി. ഉച്ച കഴിഞ്ഞ് നേരെ വർക്കിംഗ് കഴിഞ്ഞ് രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ പോയി. ഉച്ച കഴിഞ്ഞായിരുന്നു ഷോയ്ക്ക് കയറി പടം കണ്ട്. പടം ഇന്റർവെല്ല് കൊണ്ട് നിർത്തിയിരിക്കണത് ഒരു നമ്മുടെ അടുത്ത എന്തെന്ന് പറഞ്ഞൊരു ക്യൂരിയോസിറ്റി ആണ്. അത് സത്യം ഒരു വെബ് സീരീസ് ഒക്കെയാണ് സത്യം പറഞ്ഞ ആ ഒരു ഇന്റർവെൽ പഞ്ചൊക്കെ, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് ഒരു അടുത്ത എപ്പിസോഡ് കാണാനുള്ള ഒരു ആകാംക്ഷ വരുത്തുന്നത്. നോർമലി ഞാൻ മലയാള സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറയാൻ കേട്ടാ. വെബ് സീരീസ് ആണ് എനിക്ക് അങ്ങനെ എന്താണ് കേരള ക്രൈം ഫയല് അതിനകത്താണെന്ന് തോന്നുന്നു ഇച്ചുകൂടി ഇതുപോലെ കാണണം തോട്ട് പിന്നെ വന്നത്. പക്ഷെ ഇത് ഇടവേള കൊണ്ട് എന്തെങ്കിലും അടുത്ത് എങ്ങനെയാണ് വേഗം കാണണമെന്നുള്ള മൈൻഡ് നോക്കിയത്. പക്ഷെ എനിക്ക് അത്രത്തോളം വർക്കാവുണ്ട്. പിന്നെ പടത്തിന്റെ ഇത്രയും പറഞ്ഞ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, അത് ഇച്ചിരി പടം ലെന്ത് ഇത്തിരി ഓവറാക്കി വലിച്ചു നീട്ടിയ കൂട്ട് തോന്നണം. അത്രയ്ക്ക് വേണമായിരുന്നു. 2 മണിക്കൂർ 40 മിനിറ്റോളം 40 മേലെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രത്തോളം വേണമായിരുന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം വലിച്ച് കഥ നീട്ടാണ് അനാവശ്യമായിട്ടുള്ള ചില സീനാങ്കലും നമ്മൾ ആടിയ കൂട്ട് തോന്നണം. അത് ഒരു പടം വെച്ചിട്ട് എന്ത് കൂട്ടാനാണെങ്കിൽ വലിച്ചു നീട്ടേണ്ട ഒരു ഭാഗമായിട്ട് ചേർത്ത കൂട്ട് എനിക്ക് തോന്നി കാണാൻ കണ്ടപ്പോ. പിന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കണ വേറെ ആക്ട്രസ് ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ വെച്ചാൽ, വേറെ ആരെ പറ്റി പറയുന്ന ഒറ്റ ആളെ പറ്റി പറഞ്ഞാലും മതി. അതേപോലെ കുഞ്ചാക്കോ ബോബനത്തെ ഓരോ സിനിമ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പിടി അങ്ങാട്ട് ഒരു തൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസും തൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രാക്ടീസ്. താൻ ഓരോ സിനിമ ചെയ്യുന്നതിലൂടെ തൻ്റെതായിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് താൻ ഒരു മികച്ച നടനാണെന്ന് ഒന്നുകൂടി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. നിങ്ങളെ സമ്മതിക്കാൻ അത് ആ ഒരു എന്താ പറയാ ഒരു പോലീസ് ഒരു കോൺസ്റ്റബിൾ അനുഭവിക്കുന്ന മെന്റലി ടോർച്ചറിങ് ആണെങ്കിലും മെന്റലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ, അത് നമ്മളദ്ദേഹം പറഞ്ഞ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അഭിനയിച്ച് കാണിക്കുമ്പോൾ അത് നമുക്കത് ഫീൽ ചെയ്യണം. ഒരു നടൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ സീൻ എന്താണെന്ന് സത്യം പറയാൻ ഫീൽ ചെയ്യണം. അപ്പൊ ആ സീന് കാറ്റഗറി നമ്മൾ ആ സീന് അഭിനയിച്ച് കാണിക്കുമ്പോൾ ആ സീൻ എന്തെങ്കിലും ഇപ്പൊ ഇമോഷണൽ സീൻ ആണെങ്കിൽ തന്നെ ആ ഇമോഷണൽ സീൻ അപ്പൊ നമുക്ക് ഫീൽ ചെയ്യണ തരത്തിലുള്ള ഒരു അഭിനേതാവ് പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ വൈബ് തന്നെയാണ് വെച്ചാൽ. അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഈ കുഞ്ചാക്കോവിന്റെ മൂവി എന്ന് പറയുമ്പോ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഞാനിത് പോലീസ് കാറ്റഗറിപ്പെട്ട ഒരു മൂവിയാന്ന് പറയുമ്പോൾ നോർമലി കേസ് അന്വേഷണ മൂവി അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഓർത്ത് ഒന്ന് നോക്കണ്ട, പോയി കണ്ടേക്കാം. അല്ലെങ്കിൽ ഇനിയും ബുക്കിംഗ് കൂടി നല്ല പോലെ ഉള്ളതുകൊണ്ട് നേരെ പോയി കണ്ട്. നീ ഭയങ്കരമായിട്ട് വർക്കായെന്ന് വെച്ചാൽ കിടിലം മൂവി തന്നെയാണ് ഇത്. ഇങ്ങനെ എന്താ പറയാ, ഇനി സ്പോയിലർ പറയാൻ കഴിയുക പറയാം സിനിമയെ പറ്റി. പക്ഷെ ഇത് നിങ്ങളാണ്ട് അങ്ങനെ പോയി കണ്ടേക്കണം. ഒന്നും ഞാൻ പറയാനുള്ള സിനിമയെ പറ്റി, സിനിമയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെയെന്നല്ല, ഒരു വൺ ലൈനൊക്കെ പറയാൻ തോന്നുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ വൺ ലൈൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നില്ല. നിങ്ങളത്
തിയേറ്ററിൽ തന്നെ പോയിരുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒന്നും അറിയാൻ മേല പോയി കാണുക എന്ന് വെച്ചാൽ നല്ല കാര്യമായിരിക്കും. അത് പറഞ്ഞ് ട്രെയിലർ പോയി കാണരുത്. അങ്ങനെ പോയി കണ്ടു നോക്കുക. ഞാൻ എന്താ പറയാ, എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് വളരെ ഒരു എന്താ പറയാ, ഒരു രോമാഞ്ചിഫിക്കേഷൻ ലെവൽ പോലത്തെ. പക്ഷെ ചില സീനൊക്കെ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരേ സമയം പേടിയും ത്രില്ലറും ഒരു ത്രില്ലടിപ്പിക്കുന്ന രീതിയും എല്ലാം കൊണ്ട് ഒരു ഒറ്റ സീനിൽ അങ്ങനെയൊക്കെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അതിന് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഡയറക്ടർക്ക് ഒരു നെക്സ്റ്റ് ഒരു ഹൊറർ പശ്ചാത്തലം ഫുൾ അങ്ങോട്ട് ഒരു ഹൊറർ പശ്ചാത്തലം തന്നെ ഒരു മൂവി പിടിക്കാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു. അമ്മാതിരി ലെവല് ഡയറക്ഷൻ ആണ് ഇതിനകത്ത് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. നിങ്ങളൊന്ന് കണ്ടു നോക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ട് മാത്രം പറയാണ്. ഓക്കെ.